മമ്മൂട്ടിയും ദിലീപും വളരെയധികം നാളുകളായി തന്നെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രണ്ടുപേരാണ്. എപ്പോഴും പ്രേക്ഷകർക്ക് ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായവും തന്നെയാണ്. എപ്പോഴും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഇവർ രണ്ടുപേരോടും പ്രേക്ഷകർക്ക് പറയാനുള്ളതും ഇവരുടെ സൗഹൃദത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. ഇപ്പോഴെന്നാൽ ചില കാര്യങ്ങൾ കാരണം ദിലീപിനെ മമ്മൂട്ടി അടിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. തമാശ രൂപേണയാണെങ്കിലും ദിലീപ് അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു വേദനയായി. നിനക്കെല്ലാം തമാശയാണെന്ന് പറഞ്ഞ് മമ്മൂക്ക എന്നെ തല്ലി എന്നാണ് ദിലീപ് പറയുന്നത്. ഫ്ലൈറ്റിൽ വെച്ചാണ് ഈ സംഭവം അരങ്ങേറിയതെന്ന് ദിലീപ് പറയുന്നു. യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവമാണെന്ന് ദിലീപിന്റെ വാക്കുകളിലൂടെ തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ രസകരമായ സംഭവമായിട്ടാണ് ദിലീപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ദിലീപിൻ്റെതായ സംസാര രീതിയിൽ അതിനെ വളരെയധികം ചെറുതാക്കി പറഞ്ഞു. ഒരുപക്ഷെ അതിനെ വളരെയധികം സ്നേഹത്തോടെ ആയിരിക്കണം ദിലീപ് അത് പറഞ്ഞത്. പക്ഷെ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വളരെ രസകരമായ കാര്യങ്ങൾ മാത്രമല്ല എന്നും പറയുന്നുണ്ട്. ഇയർ ബാലൻസ് ശരിയാക്കാനായി ഞാൻ ചെവിയിലേക്ക് ഒരു കോട്ടൺ വെച്ചിരുന്നു. ഇടയ്ക്ക് വിൻഡോയിലൂടെ താഴോക്ക് നോക്കിയപ്പോൾ കൊച്ചിൻ എയർപോർട്ട് കണ്ടു. കുറേ നേരമായിട്ട് അത് തന്നെ കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക, എടാ ഇത് ഇറങ്ങേണ്ട സമയമായല്ലോ, എന്താ ഇറങ്ങാത്തതെന്ന് ചോദിച്ചു. പുള്ളി വിൻഡോയിലെത്തി നോക്കിയപ്പോൾ എയർപോർട്ടും കണ്ടു. ആ എയർപോർട്ട് ആയല്ലോ, എന്താ മോളിൽ തന്നെ നിൽക്കുന്നത്, ഇറങ്ങുന്നില്ലല്ലോ എന്ന് മമ്മൂക്ക പറഞ്ഞു. ഞാനിത് 3 തവണയായി കാണുന്നുവെന്ന് ഞാനും പറഞ്ഞു. ഇതിനിടയിൽ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നു. ഞാനും മമ്മൂക്കയും അത് ക്ലിയറായി കേട്ടതുമില്ല. ഇതോടെ പുള്ളി എന്നോട് ചോദിച്ചു അതെന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ ഒരു തമാശ രൂപേണ ഒപ്പിക്കാനെന്ന് വെച്ചു. ഞാൻ ഓർത്തില്ല, ഞാൻ കേട്ടില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണെന്ന് തോന്നുന്നു എന്ന് തമാശ രൂപേണ ഞാൻ പറഞ്ഞു. അത് കേട്ട് പുള്ളി മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞ് എന്നോട് ചൂടായി. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എനിക്ക് അങ്ങനെയാണ് തോന്നിയതെന്ന്. ഇതുകൂടി കേട്ടതോടെ മമ്മൂക്ക ആകെ അസ്വസ്ഥനായി. എന്തൊരു കഷ്ടമാണിത്, എത്ര നേരമായി, വീട്ടിൽ അന്വേഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലാണെങ്കിൽ മുകളിൽ നിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും, താഴെ ഇറങ്ങുന്നുമില്ല. ഇതിനിടയിൽ മമ്മൂക്ക നോക്കുമ്പോൾ ഞാൻ ചെവിയിൽ വെച്ച പഞ്ഞിയെടുത്ത് മൂക്കിൽ വെച്ചിരിക്കുന്നു. ഇത് കണ്ടതോടെ അവനെല്ലാം കോമഡിയാണെന്ന് പറഞ്ഞ് എനിക്കൊരു തല്ല് തന്നു. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയും വിളിച്ചു. എല്ലാവരും ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് ചെയ്തത്. എപ്പോഴും ഞങ്ങളിത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു എന്ന് ദിലീപ് പറയുന്നു. വളരെ രസകരമായ ഒരു സംഭവം തന്നെയാണിത് എന്ന് ദിലീപിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നു. എന്നാൽ അത്ര രസകരമല്ല എന്നും അദ്ദേഹം ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നതെന്നും അല്ലെങ്കിൽ അദ്ദേഹം അതൊരു തമാശയായി തന്നെ എടുത്തേനെ എന്നും പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നു. പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത നിൽക്കുന്നത്. എന്തായിരിക്കും മമ്മൂക്കയ്ക്ക് അന്ന് ദേഷ്യം വരാനുള്ള പ്രധാന കാരണമെന്ന് ആദ്യം എല്ലാവരും ചിന്തിച്ചു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും ദേഷ്യം വരുമെന്നും അത് മാത്രമേ മമ്മൂക്കയും ചെയ്തുള്ളൂ എന്നും മമ്മൂക്ക ഒരു സാധാരണ മനുഷ്യനാണല്ലോ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ മമ്മൂക്ക അടിച്ചതിനെ പറ്റിയും ദിലീപിന് പറ്റിയതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പോഴെന്തായാലും മമ്മൂട്ടിയും ദിലീപിന്റെയും വാർത്തകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതും ഇവരുടെ വാർത്തകൾ തന്നെയാണ്. മമ്മൂട്ടിയുടെയും ദിലീപിന്റെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എന്തു തന്നെയാലും ഇവരുടെ സൗഹൃദം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ സൗഹൃദം എന്നും മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.